ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നമ്മളെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ബാലൻസ് വരുന്ന തുണി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പല ടൈപ്പ് ഹെയർ ബാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു വെറൈറ്റി ഹെയർ ബാൻഡ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് നെറ്റ് തുണിയാണ്, അതുപോലെ തന്നെ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നെറ്റ് തുണി കുറച്ച് ഒരു 4 ഇഞ്ച് വീതിയിലൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. വീതി നീളം എത്രത്തോളം ഉണ്ടോ അത്രയും പ്രശ്നമൊന്നുമില്ല, അത്രയും ഭംഗി കൂടുള്ളൂ. അപ്പോൾ അതിതുപോലെ ഈക്വലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് സ്റ്റിച്ചിങ് ഏറ്റവും കുറഞ്ഞ രീതിയിലുണ്ടല്ലോ, നമുക്ക് പ്ലീറ്റ് ഇടുന്ന ടൈപ്പ് സ്റ്റിച്ചിങ് അതിലിട്ടിട്ട് ഇത് അതുപോലെ ഒന്ന് പ്ലീറ്റ് ഇട്ട് എടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എത്രത്തോളം നീളം വേണോ അതിനനുസരിച്ച് അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ അടുപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഭംഗി കൂടും കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് എത്രത്തോളം നീളം എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ നമുക്ക് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു തുണി, കുറച്ച് അത്യാവശ്യം നീളമല്ല ലൈനിങ്ങിൻ്റെ തുണിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ അത് കൊള്ളണ പാകത്തിൽ വേണ്ട തുണി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഉൾവശത്ത് കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡും, അഥവാ ഇതിൻ്റെ തുടക്ക ഭാഗം അതുപോലെ ഒടുക്ക് ഭാഗം ഓപ്പൺ ആയിരിക്കണം. സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആമ്പൽ മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അളന്നിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്മിട്ട് നോക്കിയിട്ട് എടുത്താലും മതി. എലാസ്റ്റിക്കാണ് എത്രത്തോളം നീളമുള്ളൂ. അപ്പോൾ നമ്മൾ തുണി കുറച്ച് അത്യാവശ്യം നീളത്തിലെടുത്താൽ മതി, നമുക്ക് പ്ലീറ്റ് നല്ലോണം ഞെറിയവായിട്ട് കിട്ടും. എന്നിട്ട് ഈ എലാസ്റ്റിക് നമുക്കൊരു പിന്ന് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ അറ്റൊന്ന് ഒരു ക്ലോത്തോട് കൂടി നമ്മൾ എലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ മറ്റേ അറ്റും കൂടി ഇതുപോലെ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ നമ്മളെ ആ പ്ലീറ്റ് ഇട്ട് നമ്മളെ നെറ്റ് തുണി ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അതിലേറെ കുറച്ചുകൂടി വീതി കുറഞ്ഞൊരു തുണി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ പ്ലീറ്റ് അഥവാ നമ്മളെ ഞെറിവുണ്ടല്ലോ നമ്മൾ ഈ നെറ്റിലെടുത്ത് അത് എത്രത്തോളം നീളമുണ്ടോ അതിനനുസരിച്ച് നീളത്തിലാണ് എടുക്കേണ്ടത്. വീതിയും അതിലേറെ ഓവറാവരുത് കേട്ടോ. ഓവറായാൽ പിന്നെ പുറത്തേക്ക് കാണും. അതൊന്ന് സൈഡിൽ കൂടെ തയ്ച്ചിട്ടതാ ഇത് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ബാൻഡ് ഇതുമൊന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് 2 സൈഡും ഇതുപോലെ മടക്കിയിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വരുന്നത് നമ്മൾ ഉൾവശത്താണ് വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് 2 സൈഡിലും നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഉൾവശത്തും ഒരുപോലെ വരുന്നത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാകെ പാളിപ്പോവും ആമ്പലം മറിച്ചിട്ടുള്ള സമയത്ത്. ഇനി അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഉൾവശത്ത് തന്നെ വെക്കുക. എന്നിട്ട് 2 സൈഡ് ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് ഈ സൈഡ് 2-3 തയ്ച്ച് കൊടുക്കുക കേട്ടോ. എന്നാലും നല്ല ഉറപ്പിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എലാസ്റ്റിക്കൊക്കെ വലിക്കുന്ന സമയത്ത് പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 സൈഡും ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആദ്യം പ്ലീറ്റ് ഇട്ടാൻ നെറ്റിത്തോണി ഇതുമേ നമുക്ക് തയ്ച്ച് കൊടുക്കണം. 2 സൈഡ് ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അതുപോലെ ഒന്ന് കണ്ടോ, ഇതാണ് ഉൾവശം വരിക. ഇത് ഇങ്ങനെ മറിച്ചിട്ടാൽ പുറം വശം ഇതാണ് വരിക കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് ഒന്നും കാണൂല. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഹെയർ ബാൻഡാക്കി ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ നമ്മളെ ഒരു നെറ്റിൻ്റെ പ്ലീറ്റ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ തന്നെ പിടിച്ചെങ്ങാണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ തുടക്ക സമയത്ത് ആ ഒരു പ്ലീറ്റ് നമ്മൾ നെറ്റിൻ്റെ അറ്റൊന്ന് മടക്കിയിട്ട് വേണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ സെൻറ്ററിൽ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ തയ്ച്ചു കൊടുത്ത് തരാം. അപ്പം ഇത്ര പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാച്ചായിട്ടുള്ള നമുക്കൊരു ഹെയർ ബാൻഡ്. ഇത് വേറെ മോഡൽ, പല ടൈപ്പ് മോഡലിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റത്തെ ഇത് വരുന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്, കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വീട്ടിലൊക്കെ തയ്ക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ വേസ്റ്റ് തുണി കൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.